ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ട് 4 ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്യൂരിറ്റി ഷെയർ വരെ ഡിസ്കസ് ചെയ്തു. ഇനി സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഷെയറുകളെ ബണ്ടിലാക്കുന്നതിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ സാധാ ബിസിനസ്സിലുള്ള ഗുഡ്സിന്റെ സ്റ്റോക്കിനെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാളെ കയ്യിൽ 1, 2, ഒരു 10 ഷെയർ ഉണ്ടെങ്കിൽ ഈ 10 ഷെയറുകളെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ ഒന്നാക്കി ബണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ഷെയറുകളുടെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് റെപ്രസെന്റ് എ പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, ജസ്റ്റ് ലൈക്ക് ഷെയറിനെ പോലെ തന്നെ കമ്പനിന്റെ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ്. ഇറ്റ് ഈസ് എ കൺസോളിഡേഷൻ. ഇത് കൺസോളിഡേറ്റ് ചെയ്തതാണ്, നന്നായിട്ട് ബണ്ടിൽ ചെയ്തതാണ്. ഫുള്ളി പെയ്ഡ് ഷെയർസിന്റെ ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി ലോർഡ് ഹേഡ്ലിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ്? സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ. ഇതാണ് സ്റ്റോക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും എഴുതാൻ നന്നാവുക. സ്റ്റോക്ക് എന്താണ്? സെറ്റ് ഓഫ് ഷെയറിന്റെ ഒരു സെറ്റാണ്. പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിലാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയറുകളെ മൊത്തം ഫുള്ളി പെയ്ഡ് ഷെയറുകളെ, അതായത് പാർട്ട്ലി പെയ്ഡ് അല്ല. 10 രൂപന്റെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് 10 രൂപന്റെ 10 ഷെയറുകൾ സ്റ്റോക്ക് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൽ മുഴുവനും ഫുള്ളി പെയ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കുക, സ്റ്റോക്ക് ഹാസ് നോ ഡെഫിനിറ്റീവ് വാല്യൂ. സ്റ്റോക്കിന് അങ്ങനെ ഡെഫിനിറ്റീവ് വാല്യൂ ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ. ഇത് ഏതൊരു വാല്യൂവും ആവാം എന്നുള്ളതാണ്. 10 ഷെയറുകൾ വെച്ച് കഴിഞ്ഞാൽ, ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിന്റെ വാല്യൂ 10 എന്ന് പറയാൻ പറ്റും. സ്റ്റോക്കിന് അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു നിശ്ചിത വാല്യൂ നമുക്ക് പറയാൻ പറ്റൂല. 10 ഷെയറുകളെ ബണ്ടിൽ ചെയ്താൽ അതിനൊരു വാല്യൂ ഉണ്ടാവും, 20 ഷെയറിനെ ബണ്ടിൽ ചെയ്താൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. പക്ഷെ ഷെയറിന് എപ്പോഴും എന്താണ്, 1 രൂപയുടെ ഷെയർ അല്ലെങ്കിൽ 10 രൂപയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം എന്താണ് സ്റ്റോക്ക്? സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട്, സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ്. ഷെയറിന്റെ ഒരു സെറ്റാണ്. പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ, ഒരു ബണ്ടിലാക്കിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഷെയറിനെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. സ്റ്റോക്കിന് അങ്ങനെ ഷെയറിനെ പോലെ ഒരു ഡെഫിനിറ്റ് ഫേസ് വാല്യൂ ഇല്ല, അത് എന്ത് വാല്യൂവും ആവാം എന്നുള്ളതാണ്. ഇനി ഡിഫറൻസ് ഉണ്ട് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള. ഷെയർ ആണെങ്കിൽ അതിനൊരു ഫേസ് വാല്യൂ ഉണ്ട്, സ്റ്റോക്കിന് അങ്ങനെ ഒരു ഫേസ് വാല്യൂ ഇല്ല. അത് ഏത് ഡിനോമിനേഷൻ ആവാം, 10 എണ്ണത്തിൻ്റെതാവാം, 5 എണ്ണത്തിൻ്റെതാവാം, അങ്ങനെ. ഇറ്റ് മേ ബി ഫുള്ളി പെയ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ്. ഷെയർ ഫുള്ളി പെയ്ഡ് ആവാം, പാർട്ട്ലി പെയ്ഡ് ആവാം. എന്താണ്? 10 രൂപന്റെ ഷെയറിന് ചിലപ്പോൾ ഇതുവരെ 5 രൂപ കൊടുത്തിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ അത് പാർട്ട്ലി പെയ്ഡ് ആണ്. ഇനി 10 രൂപ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളി പെയ്ഡ് ആണ്. പക്ഷെ ഒരു ഷെയറിനെ സ്റ്റോക്ക് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ആവണം. പിന്നെ ഷെയർ ആണ് നമ്മൾ പബ്ലിക്കിന് ഡയറക്ട്ലി ഇഷ്യൂ ചെയ്യുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഇഷ്യൂ ചെയ്യാറില്ല. ഷെയർ ഇഷ്യൂ ചെയ്തതിനു ശേഷം അതിനെ ബണ്ടിലാക്കുക ചെയ്യാം. പിന്നെ ഓരോ ഷെയറുകൾക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഉണ്ടാവും, ഓരോന്നിനും ഒരു നമ്പർ ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു നമ്പർ രീതി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് കനോട്ട് ബി ഇഷ്യൂഡ് ഓർ ഇൻ ഫ്രാക്ഷൻ. ഷെയറിനെ വീണ്ടും മുറിച്ച് ഫ്രാക്ഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, വെക്കാൻ പറ്റില്ല. ഷെയർ എന്ന് പറഞ്ഞാൽ അത് അവിടെ കമ്പനിയിലുള്ള ഒരു എന്താണ്, ഇതിന്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതിനെ വീണ്ടും മുറിക്കാൻ പറ്റൂല. എന്നാൽ ഷെയറുകളുടെ കൂട്ടാണല്ലോ ബണ്ടിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫ്രാക്ഷൻ. ബണ്ടിൽ ആക്കിയിട്ടുള്ള സ്റ്റോക്കിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെക്കാൻ പറ്റും. സബ്ജക്ട് ടു എ മിനിമം, അതിനൊരു മിനിമം ഉണ്ടാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി, കമ്പനിക്കും ഷെയർ ഇഷ്യൂ ചെയ്യാം. പക്ഷെ സ്റ്റോക്ക് ലിമിറ്റഡ് കമ്പനീസ് ക്യാൻ കൺവേർട്ട് ദെയർ കമ്പനി. അതിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർ എപ്പോഴും രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. ഇത് സ്റ്റോക്ക് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തതാവാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതാവാം. ഇതൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളത്. നല്ലപോലെ നോക്കി വെക്കുക. ഈ ഒരു വീഡിയോ ഞാനിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റോക്ക് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് സാധാരണ. 3 മാർക്കിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എനിവേ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പ്രോബ്ലം ഏരിയയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുകയാണ്.